നിങ്ങളൊരു ഫെറാറി ഫാനാണോ? അതുപോലെ തന്നെ നിങ്ങളൊരു ലൂയിസ് ഹാമിൽട്ടൺ ഫാനാണോ? ലൂയിസ് ഹാമിൽട്ടൺ ഫെറാറി ടീമിൽ വന്നതോടുകൂടിയിട്ടുള്ള ഫാൻ ആയതാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതല്ല ഒരു വണ്ടി പ്രാന്തനായിട്ട് ഒരു ഫെറാറി ഫാൻ ആയതാണെങ്കിൽ ഈ പുതിയ ഫെറാറി റോമ സ്പൈഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റോമനെ കുറിച്ച് മനസ്സിലാക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ലോകത്ത് ഇന്ന് വരെ ആരും കൊടുക്കാത്ത അത്രയും കാശ് കൊടുത്ത് ലൂയിസ് ഹാമിൽട്ടനെ ഫെറാറി ടീമിലേക്ക് സ്വന്തമാക്കിയത് അവരൊരു പാഷൻ്റെ ഭാഗമായിട്ടാണ്. ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ഫോർമുല 1 ടീമാണ് ഫെറാറി. അതുപോലെ തന്നെയാണ് ഫെറാറി കാർ മേക്കിംഗ്. ഒരു വെറും ചാമ്പ്യൻ ആണെന്ന് മാത്രമായിട്ടല്ല ഫെറാറി അവരുടെ സ്പോർട്സ് ടീമും അതുപോലെ തന്നെ കാറും നിർമ്മിക്കാറില്ല. അവർക്കതൊരു പാഷനാണ്. അതുകൊണ്ട് തന്നെ ഫെറാറി കാർസ് ഹാസ് ഓൾവേസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം പാഷൻ എന്ന് പറയാറുണ്ട്. അത് നമുക്ക് അവരുടെ വണ്ടികളിലും കാണാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ഫെറാറി ഓണേഴ്സ് ചിലപ്പം അവരുടെ ഫേമസ് ആയിട്ടുള്ള റിയർ മിഡ് എഞ്ചിൻ കാർസ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കാറുള്ള GTs ആണ്. GT എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് ആയിട്ടുള്ള സ്പോർട്സ് കാർസ് ആണ് ഫെറാറിയുടെ ടോപ്പ് ആൻഡ് ക്ലസ്റ്ററിലുള്ള ഓണേഴ്സ് എല്ലാം ഉപയോഗിച്ച് കാണുന്നത്. ആ ഒരു ഫോർമാറ്റ് കണ്ടിന്യൂ ചെയ്ത് വന്ന മോഡലാണ് റോമ. മുമ്പ് കാലിഫോർണിയയും പ്രോട്ടോഫിനേറ്റ് വന്നിരുന്ന ഫെറാറി GTൻ്റെ കണ്ടിന്യൂഷനാണ് റോമ. ആ കണ്ടിന്യൂഷനിൽ പുതുതായിട്ട് വന്ന സ്പൈഡറാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ കാലിഫോർണിയയും പ്രോട്ടോഫിനയും മാറില്ല, ഇതിൽ വന്നിരിക്കുന്നത് സോഫ്റ്റ് ടോപ്പ് കൺവെർട്ടബിൾ ആണ്. അതുപോലെ തന്നെ V12 മാറി V8 ആയിട്ട് 620 HP പവറിൽ ഈ V8 എത്രത്തോളം ഫെറാറിയുടെ GT പെഡിഗ്രി കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട്. ബട്ട് ഫസ്റ്റ്, ആസ് ഓൾവേസ്, ഫെറാറി അമേസിംഗ് ലുക്കിംഗ് കാർസ് ഡിസൈൻ. നിങ്ങൾക്കറിയോ ഫെറാറിയുടെ ഈ പ്രാൻസിങ് ഹോസ് ലോഗോ വന്നിട്ടുള്ളത് പോർഷയിൽ നിന്നാണ്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പോർഷൻ്റെ ഈ ലോഗോയിലുള്ള കുതിര എന്ന് പറയുന്നത് അവരുടെ പ്രോവിൻസ് ആയിട്ടുള്ള സ്റ്റുട്ട്ഗാർട്ടിൻ്റെ ഫ്ലാഗിലുള്ള കുതിരയാണ്. ഈ കുതിരയാണ് പോർഷ ഉപയോഗിച്ചിരുന്നത്. വേൾഡ് വാർ സമയത്ത് ഇറ്റലിയുടെ ഒരു ഫൈറ്റർ പ്ലെയിൻ ആ പൈലറ്റ് സ്റ്റുട്ട്ഗാർട്ട് ബോംബ് ചെയ്ത് തകർത്തതിൻ്റെ സന്തോഷം കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൻ്റെ മേലെ ഈ കുതിരനെ വരച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ കുതിരയുടെ പെയിൻറ്റിംഗ് ആണ് ഫെറാറി കടമെടുത്തിട്ട് അവരുടെ ലോഗോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഞാനിത് പറയാൻ കാരണം ഫെറാറിയുടെ ഡിസൈൻസ് പറഞ്ഞാൽ വളരെ മോഡേണൈസ്ഡായിട്ടുള്ള ഡിസൈനാണ്. റെട്രോ എന്ന് പറയാറില്ല അവർ. ഈ മോഡേണൈസ്ഡ് ഡിസൈൻ ആക്ച്വലി പലപ്പോഴും കണക്ട് ചെയ്യാറുള്ളത് ഫൈറ്റർ ജെറ്റ്സും പ്ലെയിൻസും ആയിട്ടാണ്. അത് ഈ റോമയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ കേർവ്സും ലൈൻസും എയറോഡൈനാമിക്സ് എല്ലാം വളരെ ഫ്ലൈറ്റായിട്ട് കണക്റ്റാണ്. ഈ ഷാർക്ക് ഫേസ് പോലത്തെ എലമെൻറ്റ്, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മെഷ് ഗ്രിൽ എല്ലാം തന്നെ അട്രാക്റ്റീവാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രിൽ ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ തിന്നായിട്ടുള്ള എലീഡ് ആയിട്ടാണ്. അതിലെ സ്ട്രിപ്പും അടിപൊളിയുണ്ട്. കാർബൺ ഫൈബർ ആയിട്ടുള്ള ലിപ് സ്പോയിലറാണുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലൈറ്റിനൊരു ഫീൽ കേർവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ മൈൽഡ് ലൈൻസ് കാണാം. ഫെറാറിയുടെ വലിയ ലോഗോ കൊടുത്ത് കാണാം. ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. 20 ഇഞ്ചിൻ്റെ വീലാണ് ഫ്രണ്ടിൽ, 21 ഇഞ്ചാണ് റിയറിൽ. ഈ കാവിങ്ങും ഷേപ്പിങ്ങും എല്ലാം തന്നെ ഫ്ലൈറ്റ്സിനെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ളത്. വളരെ ഷാർപ്പാണ്. ഈ ഒരു ഹിപ്പ് ഫോർമേഷനിൽ മൈനർ ലൈൻസ് ഉണ്ട്. അതും എയറോഡൈനാമിക്സിന് കിട്ടുന്ന രീതിയിലാണ്. കുറേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയർ പോർഷനാണ്. അതിൽ ട്വിൻ ടെയിലായിട്ടുണ്ട്. താഴെ കോഡ് എക്സോസ്റ്റ് ഉണ്ട്. വളരെ സ്ട്രോങ് ഡിഫ്യൂസർ ലൈക്ക് ബമ്പർ ഉണ്ട്. ഇവിടെ ചെറിയൊരു ബൂട്ടുണ്ട്. അത് കൺവേർട്ട് ചെയ്ത് വെക്കുന്നതോടുകൂടി ഇത്ര സ്പേസ് വരുന്നുള്ളൂ. ചെറിയ ബാഗ്സെല്ലാം വയ്ക്കാവുന്ന സ്പേസ് ഉള്ളൂ. പക്ഷേ ഈ ഒരു കാർ ഓൺ ചെയ്യുന്നവരെ ബാഗ് വേറൊരു വണ്ടിയിലായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവും. ഇവിടെ ഫെറാറി എന്നുള്ള ലോഗോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ലെറ്റേഴ്സ്. അത് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു കാർബൺ ഫൈബറിൻ്റെ റിയർ സ്പോയിലറിലാണ്. അത് സ്പീഡ് അനുസരിച്ച് കൂടും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബർഗണ്ടി പോലൊരു കളറാണിത്. ഇതിൻ്റെ പേര് ഞാൻ എഴുതി കാണിക്കാം. ഈ ഒരു കാറിൻ്റെ പ്രത്യേകത ഈ ഒരു കളറിന് മാച്ച് ആവുന്ന തരത്തിലുള്ള റൂഫ് ക്യാൻവാസ് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റിംഗ് അല്ല എന്നുള്ളൊരു അട്രാക്ഷൻ ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റോമനെ കുറിച്ചിട്ട് മിക്സഡ് ആയിട്ട് ഒപ്പീനിയൻ ചിലപ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ റോമൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. അതല്ല വേറെ ഏതെങ്കിലും ഫെറാറി ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും മെൻഷൻ. ഇതാണ് ഫെറാറിയുടെ കീ. ഒരു ഫ്ലാറ്റ് കീ ആണ്, ബട്ട് ഇറ്റ്സ് എ ഫുൾ ഓഫ് ലോഗോ. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ നമുക്കിവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈനിൽ ഫെറാറി ഫോളോ ചെയ്യുന്ന റെട്രോ അല്ല, ആക്ച്വലി മോഡേൺനെസ് ആണ്. അപ്പോൾ അത് നമുക്ക് എല്ലായിടത്തും കാണാം. ഇതിൽ ഫെറാറിയുടെ ഒരു റേസിംഗ് പെഡിഗ്രിയും അതേപോലെ തന്നെ ഹൈ ക്രാഫ്റ്റ്മാൻഷിപ്പും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തനുസരിച്ച് മോഡേണൈസ് ആക്കിയിട്ടുണ്ട്.
ഫസ്റ്റ് ഓഫ് ഓൾ ഫെറാറിൻ്റെ റീസെൻറ്റ് കാഴ്സിലെല്ലാം തന്നെ എന്നെ അട്രാക്ട് ചെയ്ത കാര്യം സ്റ്റിയറിംഗ് വീലാണ്. Formula 1 കാറിലുള്ള പോലെ എല്ലാ കൺട്രോളും സ്റ്റിയറിംഗ് വീലിലുള്ളത്. ഈവൻ സ്റ്റാർട്ട് ബട്ടൺ, ഓഫ് ബട്ടൺ, റേസ് മോഡ് സെലക്ഷൻ, നമുക്ക് ഉള്ളിലുള്ള ഇൻഫർടൈൻമെൻറ്റ് സെലക്ട് ചെയ്യാവുന്ന അതെല്ലാം തന്നെ ടച്ച് ഫംഗ്ഷനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ടച്ച് അത്ര ഒരു ആക്റ്റീവായിട്ട് എനിക്ക് തോന്നില്ല. എന്നാൽ ഹാപ്റ്റിക് എല്ലാം തന്നെ ഒരു വീക്കാണ്. ഇൻഡിക്കേറ്റർ അടക്കമുള്ളത് സ്റ്റിയറിംഗ് വീലിൽ തന്നെ. കാർബൺ ഫൈബറും ലെതറും മിക്സ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഫ്ലാറ്റ് ബോട്ടമാണ്, അതുകൊണ്ട് തന്നെ സ്പോട്ടി ക്യാരക്ടർ ഉണ്ട്. ഒപ്റ്റിമം തിക്നെസ്സേ ഉള്ളൂ, അത് നല്ലൊരു കാര്യം. അതേപോലെ തന്നെ വലിയൊരു പാഡൽ ഷിഫ്റ്റർ. അപ്പോൾ നമ്മൾ എത്ര സ്പിൻ ഔട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് പാഡൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു അട്രാക്ഷനുള്ള ഡിസൈൻ തന്നെയാണ്. നല്ല കോക്പിറ്റ് ലൈക്ക് ഫീലാണ്. 2 കോക്പിറ്റ് ചേർത്ത പോലെ ഫീലാണ്. പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് കോക്പിറ്റിൽ ഇവിടെ നമുക്ക് വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. അത് ഇൻഫർടൈൻമെൻറ്റും അതേപോലെ തന്നെ എല്ലാ കൺട്രോൾസും വരുന്ന ഇതിൽ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഇവിടെ കാണാം. അതേപോലെ തന്നെ സെൻട്രലൊരു സ്ക്രീൻ വരുന്നുണ്ട്. ഇത് AC യൂണിറ്റും വോളിയം കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അത് കുറച്ചൊരു ചീപ്പ് ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വിചാരിച്ച അത്ര ക്വാളിറ്റി തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ചെറിയൊരു സ്ക്രീൻ ഉണ്ട്. അത് പാസഞ്ചറിനുള്ള കുറേ കൺട്രോൾസ് ചെയ്യാവുന്ന, അതും നല്ല ബ്രില്യൻ്റായി ചെയ്തിട്ടുണ്ട്. AC വെൻസ് അട്രാക്റ്റീവ്, 2 വേർട്ടിക്കലും അവിടെ 2 ഹൊറിസോണ്ടൽ വന്നിട്ടുണ്ട്. ലെതർ റാപ്ഡ് ആണ്. ലെതർ റാപ്പിങ്ങിൽ തന്നെ നല്ലൊരു കളർ തീമുണ്ട്. ഈ ഒരു ടാൻ ഇൻറ്റീരിയർ റിയലി ഗുഡ്. അതിൻ്റെ ചില ഡീറ്റെയിൽസ് ഡാഷിലും ഡോർ പാഡിലും നിൽക്കുന്ന കാണാം. ഡോർ പാഡിൻ്റെ ഡിസൈനും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഡോർ ഓപ്പണിംഗ് ബട്ടണും മെമ്മറി ഫംഗ്ഷനും എല്ലാം അടിപൊളിയാണ്. ബൂട്ട് തുറക്കാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. അത് അഗൈൻ ടച്ചാണ്. ഇവിടെ നമുക്ക് ഡിയർ സെലക്ഷൻസ് ചെയ്യാൻ പറ്റും. റൂഫ് കൺവേർട്ട് ചെയ്യാനുള്ള 2 ബട്ടൺസ് ഉണ്ട്. തുറക്കാനുള്ളതും ക്ലോസ് ചെയ്യാനും. 13 സെക്കൻഡ് കൊണ്ടാണ് ഇത് ആക്ച്വലി തുറക്കാൻ പറ്റുക. ഏകദേശം 50 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്കത് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിൻഡോസ് ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. അത് ഒറ്റൊരു കപ്പ് ഹോൾഡർ ഉള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. അതിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള USB പോർട്ട് കുത്തി ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഫെറാറിൽ വരാനുള്ള അതിനും ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട്. JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതും അത്യാവശ്യം ബ്രില്യൻ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന കുറവാണ്. കാരണം നമുക്ക് ഫെറാറിയുടെ മ്യൂസിക്കലായിട്ടുള്ള എക്സോസ്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ബക്കറ്റ് സീറ്റാണ്. ഫ്രണ്ടിൽ 2+2 സ്മോൾ സീറ്റ് ബാക്കിലുണ്ട്. ആ ബാക്കിലെ സീറ്റ് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും ടൈറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുപോകണം സീറ്റിൽ ഫ്രണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. അല്ലാതെ വലിയ ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വലിയൊരു സെൻറ്റർ കൺസോൾ ഉണ്ട്. അത് റിയർ വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഫുൾ ലെതർ റാപ്ഡ് ആണ്. ഹൈ ക്വാളിറ്റി നാപ്പ ലെതറാണ്. അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും എല്ലാം തന്നെ ടോപ്പ് നോച്ചാണ്. അത് ഫെറാറിയുടെ ഒരു എലമെൻ്റായിട്ട് എന്നും കോംപ്രമൈസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നിയൊരു കാര്യമാണ്. കൺവേർട്ടബിൾ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. അപ്പം അധികം കൺവേർട്ട് ചെയ്തിരിക്കുന്നില്ല. നമുക്ക് ഡ്രൈവിൽ ഇത് ക്ലോസ് ചെയ്തുകൊണ്ട് പോകാം. ഓക്കെ, വെയിൽ തന്നിട്ട് കൺവേർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യാം. ലെറ്റ്സ് ചെക്ക് ഔട്ട് ഹൗ ഇറ്റ് പെർഫോംസ്. സാധാരണ ഫെറാറി GTSൽ ഉണ്ടായിരുന്നു V12 എഞ്ചിൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ V8 ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഇതിൽ വന്നിരിക്കുന്നത് 3.8 ലിറ്ററിൻ്റെ ട്വിൻ ടർബോ V8 ആണ്. പക്ഷേ പവർ കൂടിയുണ്ട്. 620 HP വരുന്നുണ്ട്. 720 Nm ടോർക്ക് വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് മിഡ് എഞ്ചിൻ പോലെയാണ് ഇതിൻ്റെ പ്ലേസിങ്. ഇത് ആക്സലിൻ്റെ മേലെയാണ് എഞ്ചിൻ ആക്ച്വലി തുടങ്ങുന്നത്, പിന്നിലേക്കാണ് നിൽക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന 8 സ്പീഡ് ഡബിൾ ക്ലച്ച് ഗിയർ ബോക്സുമാണ്. റിയർ വീൽ ഡ്രിവണാണ്. ഒരു അടിപൊളി പെർഫോമൻസ് ഫിഗേഴ്സ് നമുക്ക് കാണുന്നുണ്ടെങ്കിലും GT ടൈപ്പ് പെർഫോമൻസ് ആണ് ഇതിലുണ്ടാവുക. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് റോമ സ്പൈഡറിൽ അത് വീണ്ടും സ്പോട്ടിയർ ആക്കിയിട്ടുണ്ടല്ലോ. അത് നമുക്ക് ചെക്ക് ചെയ്തു. ഒരു ഡേ ഫുള്ള് ഫെറാറി റോമ സ്പൈഡറുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തു. ഓഫ് കോഴ്സ് ഇത് കൺവേർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പകൽ മൊത്തം നമ്മൾ കൺവേർട്ടബിളായിട്ടാണ് വെച്ചത്. ഇപ്പോഴാണ് ഒന്ന് ടോപ്ലെസ് ആക്കിയിട്ടുള്ളത്. അപ്പോഴേക്ക് ഇരുടായിട്ടുണ്ട്. പറയുമ്പം 6:15 ആയിട്ടുള്ളൂ. പക്ഷേ ഇരുടായി. നമ്മളെ സിറ്റുവേഷൻ എപ്പോഴും അങ്ങനെ ചിലപ്പോൾ ഫേവറിങ് ആവണമെന്നില്ല. നമുക്ക് വണ്ടി കിട്ടുമ്പോൾ തന്നെ ഉച്ചയായി. പിന്നെ നമ്മൾ വണ്ടി എടുത്തു. ഈ ഫെറാറി മീഡിയ കാർ എടുക്കുമ്പോൾ പ്രശ്നം ഒന്ന് ടൈം ലിമിറ്റാണ്, 2 കിലോമീറ്റർ ലിമിറ്റാണ്. കിലോമീറ്റർ ഫൈൻ നമ്മൾ അത്രയൊന്നും ഓടിയിട്ടില്ല. ടൈമാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഷൂട്ട് ചെയ്തു. പകലെല്ലാം വെയിൽ കൊണ്ടെല്ലാം ഷൂട്ട് ചെയ്ത കോലം കാണുന്നുണ്ടല്ലോ. പക്ഷേ ആ സമയത്ത് നമുക്ക് ടോപ്പ് ഡൗൺ ആയിട്ട് ഓടിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഇപ്പം നല്ല സ്ട്രെച്ച് ഓടിച്ചു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്പീഡോ കാര്യമൊന്നും എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്ന് പുഷ് ചെയ്തപ്പോൾ തന്നെ അറിയാൻ പറ്റി എന്താ പെർഫോമൻസ്. എസ്പെഷ്യലി ഈ ക്വിക്ക് ഷിഫ്റ്റ് ഇസ് റിയലി എ ഗ്രേറ്റ് തിങ്. അമേസിങ് പെർഫോമൻസ് ആണ്. പിന്നെ ഈ ഒരു കാർ വാങ്ങുന്ന ഒരാൾക്കാരും എപ്പോഴും പുഷ് ചെയ്ത് സ്പീഡിൽ പോകാൻ മാത്രമല്ല, റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാമെന്നൊക്കെയുള്ള ഫാക്ടർ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഡിസൈൻ ടെസ്റ്റുകളെല്ലാം പോകുമ്പോൾ ഈ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കും, ലൈക്ക് ആരുടെ വൻ ഇത്രയും ഒരു ക്ലാസ് വണ്ടിയിൽ പോകുന്നത്. സോ അത് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ തന്നെ ആസ്പെക്റ്റാണ്. ചിലപ്പം നമ്മൾ ഇതിനേക്കാളും ലക്ഷറിയസ് ആയിട്ട് വണ്ടിയിൽ വന്നാൽ പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഇസ് ബിഗ് തിങ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഹമ്പെല്ലാം കയറി ഇറങ്ങിയിട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
ഒരു ടെൻഷൻ അടിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ റോഡും കണ്ടീഷനും അങ്ങനെയാണ്. എന്നാൽ പോലും സാധാരണ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവും ലോവർ കാറാണ്, അത്ര ലോ അല്ല. പിന്നെ ഈ ഫീച്ചേഴ്സും കൺവീനിയൻസും അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും റിയലി ഒരു റെഗുലർ ഡേ ടു ഡേ കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ ഇന്നത്തെ ഡ്രൈവ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇങ്ങനെല്ലാണ് പറ്റുന്നത്. ആ പറ്റുന്നത് ഓണം പോലെ എന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഇവിടെ സിഗ്നൽ ടു സിഗ്നൽ ഡ്രൈവിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ടോക്ക് എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ബട്ട് ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിത്ത് കാർ. അപ്പോൾ അത് ഇനിയും കൂടുതൽ എംഫസിസ് ചെയ്യാൻ നോക്കട്ടെ. കാരണം എനിക്ക് റോമ സ്പൈഡറിനേക്കാളും റോമ കൂപ്പേ കൊടുക്കണമെന്നുണ്ട്. കാരണം കുറച്ചുകൂടിയും ഒരു സ്പോർട്സ് കാറിലൊരു കവേർഡ് സെക്യൂർ ഫീൽ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു വെതറും ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വൈ നോട്ട് എൻജോയ് ഇറ്റ്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ മറ്റൊരു എക്സൈറ്റിംഗ് വെഹിക്കിളായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.